അളിയാ എനിക്ക് സഹിക്കാൻ വയ്യ അളിയാ. അവളെന്നാലും എന്നെ എന്തിനളിയിട്ടിട്ട് പോയേ? നീ ഇങ്ങനെ മോങ്ങാതിരാ. നിനക്കത് പറയാ, അനുഭവിക്കുന്നത് ഞാനല്ലേ. ഇതൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് നടക്കുന്നില്ലേ? ഇത് നടങ്ങ്. എനിക്കറിയാം നീ എന്തിനാണോന്ന്. നീ വൈ. ഹലോ ഹലോ, ഇനി വല്ല കടുങ്കയാണം ചെയ്യോ അവൻ? ഈശ്വര. നിനക്കെന്തറാ? നല്ലൊരു ഐസ്ക്രീം ആയിരുന്നു. എന്തേലും കഴിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അതും തട്ടിക്കളഞ്ഞു പന്നി. ഞാൻ കരുതി നീ ഐസ്ക്രീമിനകത്ത് വിഷം ചേർത്ത് കഴിക്കണമെന്ന്. വിഷമോ? ഞാനെന്തിനു വിഷം കഴിക്കണം? അല്ല, ബ്രേക്കപ്പ് ആയതിന്റെ വിഷമത്തിൽ നീ ചാവാൻ പോണെന്നല്ലേ ഞാൻ കരുതിയത്. ചാവാനാ? ആര് ചാവാൻ? പാടാ അമ്മ. ആ മിച്ചർ പാക്കറ്റ് ബാക്കിയല്ലേ എടുക്കൊണ്ടാ കുടലപ്പം ബാക്കി കാണണം. ആര് ചെത്തെന്ന് പറഞ്ഞാലും നിനക്ക് തീറ്റി 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 എന്നുള്ള വിഷയം മാത്രമല്ലേ ഉള്ളൂ. അളിയാ, ഐസ്ക്രീം അച്ചാർ അടിപൊളി കോമ്പേ. നീ കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാണ്. ഇതൊക്കെ എന്ത് കോമ്പിനേഷൻ ആണ്? ഇതൊക്കെ മനുഷ്യന്മാരായിരിക്കുമോ? എന്താ മനുഷ്യന്മാർക്ക് ഇന്ന് എന്താ പ്രശ്നം? അതെന്തെങ്കിലും പുതുമയുണ്ടോ? നിനക്ക് കഴിക്കാൻ പറ്റൂലെന്ന് പറയടേ. എല്ലാവരും അല്ല, നീ മാത്രം എന്ന് പറ. മോനെ, ഇതിനേക്കാളും അടിപൊളി ഒരു കോമ്പോ ഉണ്ട്. ആൾ ടൈം ഫേവറേറ്റ്. നല്ല ചൂട് ചോറ്, അതിനൊക്കെ പ്രധാനം. ആരെ വാ. എന്തുവാടേ ഇതൊക്കെ? നിനക്കൊന്നും കറക്റ്റ് കോമ്പിനേഷൻ അറിഞ്ഞുകൂടാത്തോണ്ട്. ആ പിന്നെ ഇയാൾക്ക് നല്ല കോമ്പിനേഷൻ അറിയാം. ഇപ്പം വരും പളമ്പളിയും ബീഫും. അതൊന്നും അല്ല ഷൊട്ടെ, നീ ഇത് പിടി മോനെ. നല്ല ചൂട് ചിക്കൻ കറി, പപ്പടം, അച്ചാറ്, പഴം, ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ചപ്പി അടിച്ചാണ്ടല്ല സ്വർഗമാണ് സ്വർഗം. ആരെ മോനെ, ഇങ്ങനെ സുണ്ണാമണി മോൻ തന്നെ സമ്മതിക്കണം കേട്ടാ.